Guys, welcome back to Cleo'S world. അപ്പം ഗായ്സ് നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ്. ആദ്യം കുറച്ച് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോസ് പിന്നെ നിർത്തിയതിൻ്റെ കാരണം ഒന്ന് എനിക്ക് എക്സാംസ് ആയിരുന്നു 10th. അപ്പം 10th എക്സാംസ് ആയി പിന്നെ കുറച്ച് കാലം ഇതായിരുന്നു 10th എക്സാംസ് ആയി പിന്നെ അതിൻ്റെ റിസൾട്ട്സിൻ്റെ ഇതൊക്കെ ആയിട്ട് ഞാൻ ഒരു 1.5 മാസം അതിൻ്റെ പുറകെയായിരുന്നു. അങ്ങനെയാണ് 1.5 മാസത്തോളം ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത്. ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല നല്ല കണ്ടൻസിലുള്ള കുറച്ച് അൺബോക്സിങ്ങും പിന്നെ കുറച്ച് പ്രാങ്കും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ജോളോ ചിപ്സിൻ്റെ പ്രാങ്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ ഔട്ട് ഓഫ് ആക്ഷൻ ആയിരുന്നാലും ഞാനത് ഔട്ടായില്ലേ അപ്പോൾ എന്നാലും ഞാനത് ഇടും. അപ്പോൾ അതെന്തായാലും ഞാൻ നെക്സ്റ്റ് അല്ല അതിൻ്റെ അടുത്ത വീഡിയോ എന്തെങ്കിലും ഇടാൻ നോക്കാം. ഞാൻ ബാംഗ്ലൂർ വന്നപ്പോഴേ റെഡി ആക്കിയതാണ്. പിന്നെ അങ്ങനെ 1.5 മാസം അങ്ങനെ പോയി. പിന്നെ എനിക്ക് പിന്നെ എക്സാംസ് ഇല്ല എന്ന് പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ നിയർലി ഒരു 2.5 monthsോളം അങ്ങനെ പോയി. അങ്ങനെ പോയപ്പോൾ ലാസ്റ്റ് ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ കോൺസെൻട്രേഷൻ വന്നുപോയി. ക്ലിയോൻ്റെയും സ്റ്റോക്കിൻ്റെയും ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല റീച്ച് കിട്ടുന്നുണ്ട്, നല്ല റീച്ച് ഉണ്ടായിരുന്നു അവർ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതിൽ എഡിറ്റ് ചെയ്യാനും പിന്നെ മൗസ് ചെറിയ കംപ്ലൈൻ്റ് ആയി, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മൗസ് മേടിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ടച്ച് പാഡിൽ എഡിറ്റ് ചെയ്യുന്നത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ കൂടി എനിക്ക് കുറേ പണിയാണ്. അപ്പോൾ ലാസ്റ്റ് ഞാനത് ചെറുതായിട്ട് നിർത്തി വെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഒരു നിയർലി ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ, ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഏകദേശം ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തോളം വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടായിരിക്കുന്നത്. നിയർലി 9 months കറക്റ്റായി. അതുകൂടാണ്ട് പിന്നെ ഒരു 4 monthsോളം ഞാൻ നിർത്തി വെച്ചു. വീഡിയോസ് ഇടുന്ന 4 monthsോളം നിർത്തി വെച്ചു. 3 months അതിന് പോയി. പിന്നെ ഒരു 1 month ഞാൻ ഇൻസ്റ്റാഗ്രാം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് പിന്നെയും തുടങ്ങിയത് എന്താ വെച്ചാൽ ഇന്ന് ജൂലൈ 10th ആണ്. ജൂലൈ 10th ഞാൻ May 4th സ്നോക്കിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇടാൻ സാധിച്ചില്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മൗസിന് കിട്ടിയില്ല. അപ്പോൾ മൊബൈൽ എഡിറ്റ് ചെയ്യാൻ എനിക്ക് അങ്ങനെ അറിയില്ല, അതുകൊണ്ട് ഞാൻ ലാപ്പിലാണൊക്കെ ചെയ്യാറ്. അങ്ങനെ അതുകൊണ്ട് പറ്റിയില്ല. പിന്നെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് കുറവാണ്. പിന്നെ കുറേ സ്ട്രൈക്സ് കിട്ടി. അങ്ങനെ ഇപ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ട്. എല്ലാവരും വിളിച്ച് ചോദിച്ചാൽ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ. അങ്ങനെ വിളിച്ച് ചോദിക്കുക വെച്ചാൽ കസിൻസാണ് കൂടുതലും ചോദിച്ചത്, കസിൻസും ഫ്രണ്ട്സുമാണ് കൂടുതൽ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ നല്ല നല്ല കണ്ടൻസുമായിട്ടാണ് ഞാൻ ഇനി വരുന്നത്. എല്ലാ വീഡിയോസും ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഒരു 3-2 ഞാൻ ഇടാൻ ശ്രമിക്കും. എന്നാൽ നമുക്ക് എന്തായാലും നല്ല ഒരു അടിപൊളിയാക്കണം. ഞാൻ പിന്നെ നമ്മുടെ ലോഗോ, ഇൻട്രോ, ബാനർ ഒക്കെ മാറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ ജൂലൈ 10th ആണ്. ഇന്ന് ക്ലിയോൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ വരുന്ന ക്ലിയോയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്നോക്കിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് അത് ഇടും. ഞാൻ സ്നോക്കിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് പണിയുണ്ട് ചെയ്യാൻ എടുത്തത്. അപ്പോൾ അങ്ങനെ ഇടുന്നതാണ് വേഗമായിട്ട്. നമ്മൾ എന്തായാലും ഇനി സെറ്റാക്കാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ +1 ആണ്, ദേവഗിരിയിലാണ് ഇപ്പോൾ പഠിക്കുന്നത് +1. ഇപ്പോൾ എനിക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. റിസൾട്ട് വന്നിട്ടില്ല, എക്സാം എഴുതിയില്ല CBSEൻ്റെ. അങ്ങനെ അതുകൊണ്ടാണ് കൂടുതൽ യൂട്യൂബ് നിർത്താൻ കാരണം. അപ്പോൾ ഞാനിപ്പോൾ ഒക്കെ എന്തായാലും റീഫോബിഷ് ചെയ്ത് എടുക്കുകയാണൊക്കെ നല്ല അടിപൊളിയായി. ഇതാണ് ഇന്നത്തെ വീഡിയോ. വേറൊന്നുമില്ല, വലിയ കണ്ടന്റ് അല്ല ഇത്. ഞാൻ എന്താ കാരണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള എടുത്ത വീഡിയോ ആണ്. പിന്നെ ഈ കണ്ണട പുതിയ ലുക്കൊന്നുമല്ല, അത് ഞാൻ കുറച്ച് ഒരു 0.5 ഉള്ളൂ എനിക്ക്. അപ്പോൾ ചെറിയൊരു ഐസൈറ്റിന് പ്രോബ്ലം ഉണ്ട്. അത് ഈ ഗ്രോത്തിൻ്റെ ഐസൈറ്റ് പ്രോബ്ലം എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പെക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഡെയിലി ഒരു 6 monthsോളം യൂസ് ചെയ്യേണ്ടി വരുന്ന അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ഫ്യൂച്ചറിലേക്കൊക്കെ ഈ ഐ പവർ ഇല്ലെങ്കിൽ പണിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ സൗണ്ട്സൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഞാൻ മൈക്ക് വെച്ചാലും സൗണ്ട്സ് ചെറുതായി കേൾക്കുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവിടെ ഹാമിലെ അനിയത്തി ഉണ്ട്, പിന്നെ നമ്മുടെ സനു ഉണ്ട്, കാരണം ജിയ ഉണ്ട്. പിന്നെ കാരണം എന്താ വെച്ചാൽ ബർത്ത്ഡേ ആണ്, ക്ലിയോൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഇവർ മാത്രം ഇവിടെ അടുത്തുള്ളതുകൊണ്ട് വിളിച്ച്. അപ്പം ബാക്കിയുള്ള എല്ലാവർക്കും വരാനില്ല. അന്ന് സാറ്റർഡേ ആണ്, ഒന്നാമത് ലോക്ക്ഡൗൺ ആണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ബർത്ത്ഡേ കഴിച്ച് ഇപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഒരു നല്ല വീഡിയോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഡെയിലി അല്ലെങ്കിൽ പറഞ്ഞില്ല വീക്ക്ലി 3 ഇടാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ നമുക്ക് നെക്സ്റ്റ് മുതൽ നല്ല വീഡിയോ ആയിട്ട് കാണാം ഗായ്സ്. അപ്പം വേറെ ഒന്നുമില്ല, ഒന്ന് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം ജയ് സൈനിങ് ഔട്ട്.